അന്ന് പറഞ്ഞിട്ടില്ലായിരുന്നോ ശരിക്കും ഈ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല നമ്മൾ നോക്കേണ്ടതെന്നുള്ള ഇതിൽ പറഞ്ഞിരുന്നല്ലോ. അതിൽ കുറവാണ് നമുക്കുള്ള ലിഖിതമായിട്ടുള്ള നിയമങ്ങൾ കുറവാണെന്നുള്ള ഇതിലാണ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ കുറവാണെന്നല്ല, കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മുടെ റൈറ്റുകളാണ് കാണിക്കുന്നത്. നമ്മളെ ഒഫൻസ് കാണിക്കുന്നത് IPC-യിലാണ്. IPC ഇപ്പം മാറി BNS എന്ന് പറഞ്ഞ ഇതായിട്ടുണ്ട്. അതിലാണ് നമ്മൾ ചെയ്യുന്ന ഒഫൻസുകൾ കാണിക്കുന്നതും അതിൻ്റെ പണിഷ്മെൻറ്റുകൾ പറയുന്നതും IPC-യിലാണ്. ശരിക്കും എന്താണ് ഇന്ത്യയിലുള്ള ഇപ്പം ബേസിക്കലി സ്കൂളൊക്കെ കഴിഞ്ഞ് വരുന്ന ആരും ശരിക്കും ലോ എന്ന് പറയുന്ന സാധനം തൊടാതല്ല ശരിക്കും വരുന്നത്. നമ്മളെ സൊസൈറ്റിയിൽ തന്നെ ഉള്ള ആൾക്കാരാണ് ശരിക്കും ഒന്നും അറിയില്ലല്ലോ അതിനെ പറ്റിയിട്ട്. അതാണ് ലീഗൽ അവയർനെസ് കുറവായത് ഭയങ്കരമായ ഒരു പ്രശ്നം തന്നെയാണ് അല്ലേ. ശരിക്കും നമ്മൾ ചുറ്റുഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ആർക്കും ലീഗൽ അവയർനെസ് ഭയങ്കര കുറവല്ലേ ആൾക്കാർക്ക്. അതാ 10ാം ക്ലാസ്സിൻ്റെ ഉള്ളിൽ ഒരു സബ്ജക്റ്റ് ലീഗൽ അവയർനെസ് വെക്കണം എന്നാണ്. ലീഗലിനെ പറ്റി പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റം നമ്മൾ കൊണ്ടുവരണം. അത് നമ്മളെ എഡ്യൂക്കേഷനിൽ ഇല്ലാത്തത് നമ്മളെ എഡ്യൂക്കേഷൻ്റെ ഭയങ്കരമായൊരു പോരായ്മ തന്നെയാണ്. സത്യം. കാരണം ആർക്കും അറിയില്ല എന്താ നടപടികൾ ചെയ്യേണ്ടത്. എല്ലാവരും അതിന് വിട്ടു നിന്നിട്ട് ഒത്തുതീർപ്പാക്കാനാണ് നോക്കുന്നത്. അങ്ങനത്തെ ഇതിലാണ് പോകുന്നത്. ശരിക്കും പലരോട് ചോദിക്കുകയാണെങ്കിൽ ഒരു ഇന്ത്യക്കാരൻ അറിഞ്ഞിരിക്കേണ്ട ഒരു 10 അല്ലെങ്കിൽ ഒരു 5 എന്തായാലും അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങൾ പറയുകയാണെങ്കിൽ എന്താ നീ പറയാ? എന്താ വെച്ചാൽ ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം അറസ്റ്റാണ്. പോലീസിൻ്റെ അടുത്ത് നിന്ന് വരുന്നത് അറസ്റ്റാണ്. അതിൻ്റെ മുന്നേ നമുക്കൊരു കൺസൾട്ട് ചെയ്യാൻ പറ്റിയ ഒരു ലോയർ അടുത്ത് കൺസൾട്ട് ചെയ്ത് കാര്യങ്ങൾ ആദ്യം തന്നെ അന്വേഷിക്കണം. അതിനുശേഷം മാത്രമാണ് ആ ഒഫൻസിൽ നടന്ന കാര്യങ്ങളെല്ലാം ഒരു ലോയറുമായിട്ട് ഡിസ്കസ് ചെയ്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻട്രോഗേഷൻ സമയത്ത് പോലീസ് ഓഫീസർ അടുത്ത് പറയേണ്ടത്, എങ്ങനെയൊക്കെയാണ് എന്നുള്ള ഫുൾ ഡിഫൻസ് നമ്മൾ ആദ്യമേ മനസ്സിലാക്കി വെക്കണം. ഒരു ഒഫൻസ് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ലീഗൽ റൈറ്റാണ് ലീഗൽ എയ്ഡ് എന്നുള്ളത്. ലീഗൽ കൺസൾട്ടൻറ്റ് കിട്ടാനുള്ളത് ആർട്ടിക്കിൾ 21(1) പ്രകാരം ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റാണ്. അതായത് നമ്മളൊരു എന്തെങ്കിലും ഒരു ഒഫൻസ് ചെയ്താൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ടത് എവിടെയും പോണതിന് മുമ്പ് നമ്മളെ ലോയറായിട്ട് കൺസൾട്ട് ചെയ്യാണ് ആദ്യം വേണ്ടത്. ആ ഒഫൻസ് എന്താണെന്നുള്ളത് ഡിസ്ക്ലോസ് ചെയ്യണം ലോയർ അടുത്ത്. അതിനുശേഷം അതിന് കിട്ടുന്ന കൺസൾട്ടൻ്റെ ബേസിലാണ് നമ്മൾ ഇൻട്രോഗേഷനും എല്ലാത്തിനും ഹാജരാവേണ്ടത്. അതൊരാളെ ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്. ഇതൊരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ഫസ്റ്റ് നമ്മൾ നേരെ പോലീസ് സ്റ്റേഷനിൽ എവിടെയെങ്കിലും പോയിട്ട് നമുക്ക് എന്താ കറക്റ്റ് പറയണ്ട. പോലീസ് പിടിച്ചാൽ പോലും നമുക്ക് ഫസ്റ്റ് ലോയർ അടുത്ത് കൺസൾട്ട് ചെയ്തതിന് ശേഷമാണ് പറഞ്ഞാൽ മതി. അതുവരെ നമുക്ക് സൈലൻസ് ആയിട്ട് ഇരിക്കാനുള്ള റൈറ്റ് വരെ ഇതിലുണ്ട്. റൈറ്റ് ടു റിമെയിൻ സൈലന്റ് എന്ന് പറയുന്ന നമ്മളൊരു ലോയറായിട്ട് കൺസൾട്ട് ചെയ്യണ വരെ നമുക്ക് സൈലന്റ് ആയിട്ട് നിൽക്കാനുള്ള റൈറ്റ് നമുക്കുണ്ട്. അത് ഒറ്റയടിക്ക് പോയിക്കാണ്ട് അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അബദ്ധത്തിൽ ചാടാൻ സാധ്യതയുണ്ട് ചെയ്തിട്ടില്ലെങ്കിലും. അവർ ഒഫൻസ് നമുക്കെതിരെയുള്ള ഒഫൻസുകൾ ഗ്രാവിറ്റി കൂട്ടാനും ഒഫൻസ് അൾട്ടർ ചെയ്യാനൊക്കെ പോസിബിലിറ്റീസ് കൂടുതലാണ് ഇൻട്രോഗേഷനിൽ. ഇൻട്രോഗേഷൻ സമയത്താണ് നമ്മൾ ചെയ്ത ഒഫൻസിന്റെ ഗ്രാവിറ്റിയും മറ്റു കാര്യങ്ങളും നോക്കിയിട്ട് ഏതൊക്കെ ചാർജുകൾ അതിൽ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള കാര്യങ്ങൾ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക് അപ്പോഴാണ് അയാൾ അതിൽ ആഡ് ചെയ്യാം. ആ ഒരു ഇതിനെ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ളത് ഒരു ആഫ്റ്റർ കൺസൾട്ട് ലോയറിന് ശേഷം മാത്രമാണ് ഏറ്റവും ബെസ്റ്റ് ഓഫ് ഇത്. അതാണ്. അപ്പം ശരിക്കും ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് അതാണല്ലേ, ഒരു ഒഫൻസ് നമ്മുടെ അടുത്ത് ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം നമ്മളെ ലോയറിനെ കൺസൾട്ട് ചെയ്യണം. പിന്നെ ലോയറിന്റെ അടുത്ത് പോയിട്ട് സത്യം ഫുള്ള് പറയാന്നുള്ളതല്ലേ, ന്യായീകരിച്ച് പറയാ. അങ്ങനെ നമ്മൾ എന്താണ് ഉണ്ടായത് അത് ഇമ്മീഡിയറ്റ് ആയിട്ട് പെട്ടെന്ന് ഒരു ലോയർ അറിയിക്കുക. അപ്പം അതിനുള്ള റെമഡി ലോയർ പറഞ്ഞു തരും. അല്ലാതെ നമ്മൾ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് കളവായിട്ട് ലോയർ എടുത്ത് പറഞ്ഞിട്ട് നമ്മൾ കാര്യമില്ല. അത് പ്രശ്നമാണ്. അത് എന്താ വെച്ചാൽ ഇവർക്ക് ദോഷമായിട്ട് ബാധിക്കും. കാരണം ഇൻട്രോഗേഷൻ സമയത്ത് അങ്ങനത്തെ ചോദ്യം വരുമ്പോൾ എന്താ ഡിഫെൻഡ് ചെയ്യേണ്ടത് എന്നുള്ള ലോയർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഓൽക്ക് തന്നെയാണ് സീന്. അപ്പോൾ ശരിക്കും ലോയർക്ക് അവിടെ ഒരു എത്തിക്കലായിട്ടുള്ള ഒരു ഇതില്ലേ ശരിക്കും? ഇപ്പോൾ ഒരു കുറ്റവാളിയായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ടുള്ള ഒരാള് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല എന്നുള്ള അങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യരുത് എന്നല്ല, അവർ ചെയ്തതിന്റെ ഗ്രാവിറ്റിയും എത്രത്തോളം അവർക്കുള്ളതുണ്ടോ അത് ഓൾറെഡി പോലീസ് ചാർജ് ചെയ്തിട്ടുണ്ടാവും. അതിൽ ഓവറായിട്ട് ഇവന് ചെയ്യാത്ത കുറ്റത്തിനുള്ളതുകൾ വരരുത് എന്നുള്ള ഒരു ഡിഫൻസ് ആണ് ലോയർ കൊടുക്കുള്ളൂ. അതായത് പോലീസ് മാക്സിമം ഇത് കൊടുക്കാൻ, പോലീസ് മാക്സിമം ഓല കേസ് സ്ട്രോങ് ആക്കാനാ നോക്കുക. അതിന്ന് എങ്ങനെ ഡിഫെൻഡ് ചെയ്യാന്നുള്ളതിനാണ് ഒരു ഇൻട്രോഗേഷൻ ലോയറുമായിട്ട് അത്യാവശ്യം. അത് പല ഒഫൻസിനും പല രീതിയിലാവും. അതാണ് ഒഫൻസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്തിട്ട് ലോയർ അടുത്ത് കൺസൾട്ട് ചെയ്യണം. എന്താണോ നമ്മൾ ചെയ്തത് ആ കാര്യം നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം. അതാണ് ഫസ്റ്റ് മൂവ് നമ്മൾ ചെയ്യേണ്ടത്. അറസ്റ്റ് നടന്നു കഴിഞ്ഞാല് നമ്മൾ അറസ്റ്റിലാവുകയാണ്. അപ്പൊ പിന്നെ നമ്മൾ എങ്ങനെയാണ് പ്രൊസീജിയർ, എങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണ് അതിനെ ഒരാള് അറസ്റ്റിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണുള്ളത്? അതാണ് ഫസ്റ്റ് നമ്മൾ ലോയറുമായിട്ട് കൺസൾട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ പോലീസ് ഓഫീസർ എടുത്ത് ചെല്ലുക. ഇൻട്രോഗേഷനിൽ പോലീസ് ഓഫീസറുമായിട്ട് സഹകരിക്കണം. പോലീസ് ഓഫീസറുമായിട്ട് നമ്മളിങ്ങനെ എതിർത്ത് നിന്നിട്ട് കാര്യമൊന്നുമില്ല. പോലീസ് ഓഫീസറുമായിട്ട് നമ്മൾ ഇൻവെസ്റ്റിഗേഷന് പ്രോപ്പറായിട്ട്
നമ്മൾ സഹകരിക്കണം. അതിന് ശേഷം മാത്രമാണ് എന്ത് കാര്യങ്ങളും അവിടുന്ന് ഒരു കോർപ്പറേഷൻ ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മൾ എതിരായിട്ട് പോയിട്ട് കാര്യമില്ല. നമ്മളൊന്നും ചെയ്തിട്ടില്ല, അങ്ങനെ നമ്മൾ തറച്ചു നിന്നിട്ടൊന്നും കാര്യമില്ല. സാധനം അതല്ലേ എന്ത് നമ്മൾ അതിന് രക്ഷപ്പെടാനുള്ള ഒരു ഇതിലായിരിക്കുമല്ലോ നിൽക്കുക. നാച്ചുറലി അതല്ലേ വരിക. ക്രൈമിൽ നിന്ന് രക്ഷപ്പെടാനുള്ളത് ഉണ്ടാവും. പക്ഷേ ഓൾറെഡി നമ്മളെ എവിഡൻസും ഇതും നമുക്ക് എഗെയിൻസ്റ്റ് ആണെങ്കിൽ ഓൾറെഡി പ്രീമാ ഫേസ് കേസ് വെച്ചിട്ട് തന്നെ ഫസ്റ്റത്തെ കാണുന്ന കേസ് വെച്ചിട്ട് തന്നെ ഫസ്റ്റ് ഇപ്പൊ ഒരു ഇൻസിഡന്റ് ഇവിടെ ഒരു മർഡർ ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടുന്ന് ബോഡി കിട്ടണു. ബോഡി കിട്ടിക്കഴിഞ്ഞാൽ പ്രിസംഷൻ ആയില്ലേ ഇതെങ്ങനെ നടന്നു എന്നുള്ളത്. അതൊരു കത്തിക്കുത്താണെങ്കിൽ അവിടുന്ന് കത്തി കിട്ടുന്നത് നമ്മൾ കൊണ്ടുപോയ കത്തിയാണ് അവിടെ വെച്ചിട്ട് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ അക്യൂസ്ഡ് ആണ് എന്നുള്ളത് ഒരു ബേസിക് ഇതായിട്ട് പോലീസ് ഫൈൻഡ് ചെയ്തു. അതിനുശേഷമാണ് നമ്മൾ അറസ്റ്റ് ചെയ്യണത്. അപ്പോൾ ആ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മളെടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പം നമ്മൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഓരോന്നും നമ്മൾ പറയുന്നത് നുണയാണ് എന്നുള്ളത് പോലീസിന് തെളിയും. അത് അപ്പോൾ കൂടുതൽ ശിക്ഷ വരില്ലേ? അങ്ങനെ കൂടുതൽ ശിക്ഷ ഒന്നുമില്ല. നമ്മളെ കോടതിയിലാണ് പ്രശ്നം വരുന്നത് അല്ലേ? അത് അവരിങ്ങനെ പറയും. അപ്പം ഈ കത്തി കിട്ടിയല്ലോ, കത്തിയിൽ നിങ്ങളെ ഫിംഗർ പ്രിന്റ് ആണല്ലോ, അപ്പോൾ പിന്നെ നമ്മൾ പറയുന്നത് നുണയാണ് എന്നുള്ളത് നമ്മൾ ഓട്ടോമാറ്റിക്കലി പറയുന്നത് ഫുള്ള് നുണയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി സത്യം പറഞ്ഞു പോകും. പിന്നെ ഫുള്ള് സത്യം ലാസ്റ്റ് അഡ്മിറ്റ് ചെയ്യും. അപ്പോൾ കൂടുതൽ നമ്മൾ കാര്യങ്ങൾ പറയും. അപ്പോൾ ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും കൂടി നമ്മൾ അഡ്മിറ്റ് ചെയ്ത് പോകും. അപ്പോൾ നമ്മൾ ചെയ്യാത്തതിനും ചിലപ്പോൾ നമ്മൾ കുടുങ്ങി പോകും. അതാണ് ഫസ്റ്റ് ലോയറായിട്ട് കൺസൾട്ട് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ലോയർ പറഞ്ഞുതരും എന്തൊക്കെ കാര്യങ്ങളാണ് അവിടുന്ന് അവർക്ക് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ആയിട്ട് കിട്ടിയത്, കണക്ട് ചെയ്യാൻ നമ്മളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയ എന്തൊക്കെ എവിഡൻസുകളാണ് സ്പോട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവുക, നിങ്ങൾ എന്തൊക്കെയാണ് അവിടെ ഇട്ടത്, എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്യണം. അപ്പോൾ അതിനനുസരിച്ച് നല്ലൊരു ഡിഫൻസ് ലോയർ പറഞ്ഞുതരും എങ്ങനെയാണ് നമ്മൾ ഇൻട്രോഗേറ്ററിന് അപ്പിയർ ചെയ്യേണ്ടതെന്നുള്ളത്. ഈവൻ നമ്മൾ ക്രൈം കമ്മിറ്റഡ് ആണെങ്കിലും ലോയർ വിചാരിച്ച നമ്മളുടെ എന്താണ് ഇത് കുറച്ച് പണിഷ്മെന്റ് കുറയാൻ സാധ്യതയുണ്ട്. പ്രൈം സ്റ്റേജിൽ തന്നെ ഇതാക്കണം. ഫസ്റ്റ് തുടക്കത്തിൽ തന്നെ നമ്മൾ കൺസൾട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായ സീനാണ്. ഈ ക്രിമിനലും സിവിലും ഒഫൻസുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ക്രിമിനൽ ഒഫൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിനെതിരെയാണ്. നമുക്കിപ്പോൾ ആർക്കൊരു ഹാം ഉണ്ടായി കഴിഞ്ഞാലും എന്തൊരു ആക്ട് ഒരു ഹ്യൂമൻ ബീയിങ്ങിനെതിരെ നടത്തി കഴിഞ്ഞാലും അത് ക്രിമിനലാണ്. ഒരു ഹ്യൂമൻ ബീയിങ് വേറെ ഹ്യൂമൻ ബീയിങ്ങിനെ എഗെയിൻസ്റ്റ് ആയിട്ട് IPC പറയുന്ന എല്ലാ ഒഫൻസും ക്രിമിനലാണ്. സിവിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. സിവിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോപ്പർട്ടി തമ്മിലുള്ള പ്രശ്നങ്ങൾ, അപ്പുറത്ത് ആരാണ് നിൽക്കുന്നത്? അപ്പുറത്ത് പാർട്ടിയാണ്, ഇൻഡിവിജ്വൽ പാർട്ടീസാണ് സിവിൽ കേസ് വരിക. ക്രിമിനൽ കേസ് ആകുമ്പോൾ ഇൻഡിവിജ്വലിനാണ് ഹാം ഏൽക്കുന്നത്. പക്ഷേ ഇൻഡിവിജ്വലിനെ സ്റ്റേറ്റ് ഏറ്റെടുക്കും. ആ വിക്ടിമായിട്ടുള്ള ഇൻഡിവിജ്വലിന് ആർക്കാണോ ഹാം ഏറ്റത് ആ വിക്ടിമിനെ അവരെ വിക്ടിം എന്നാ പറയുക. ആ വിക്ടിമിനെ സ്റ്റേറ്റ് ഏറ്റെടുത്തിട്ട് സ്റ്റേറ്റാണ് ഫുൾ പ്രൊസീഡിങ്സ് ഓൽക്കുള്ളത് ഫ്രീ കോസ്റ്റിൽ ചെയ്തു കൊടുക്കും. സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തം പറ്റാതിരിക്കാനുള്ള ഒരു പോലീസുകാരൻ്റെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകലാണ്. അപ്പോൾ അതിനെതിരെ എന്ത് വയലേഷൻ വന്നാലും അവർക്ക് കേസ് എടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ നമ്മളെ ജീവന് ഒരു അടി ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഹാം ഏറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി എന്ന് ആദ്യം പറയേണ്ടത് നമ്മൾ പോലീസിലാണ്. അപ്പോൾ പോലീസ് അതിനെതിരെയുള്ള റെമഡി പോലീസ് കണ്ടെത്തി തരും. ഓല് മറ്റവർക്കെതിരെ ഏത് ഒഫൻസുകളാണോ ഓല് കമ്മിറ്റ് ചെയ്തത് അതിനനുസരിച്ചുള്ള ചാർജ് പോലീസ് ഇട്ടിട്ട് അതിനെതിരെയുള്ള FIR ഇടും. പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം നടത്തുക സ്റ്റേറ്റാണ്. പ്രോസിക്യൂഷൻ വക്കീലിനെ ആണെങ്കിലും പ്രോസിക്യൂട്ടറായിട്ട് അവിടെ ഗവൺമെന്റിന്റെ വക്കീലുണ്ടാവും. നമ്മൾ പൈസ കൊടുത്തൊരു വക്കീലിനെ വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പൈസ ഇല്ലെങ്കിൽ നല്ല വക്കീലിനെ തന്നെ കിട്ടുമോ? അത് അങ്ങനെ ഉണ്ടോ? വിക്ടിമായാക്കോ? അപ്പൊ നമ്മൾ വിക്ടിമാണ്, നമ്മുടെ അടുത്ത് പൈസ ഇല്ല വക്കീലിന് വല്ലാതെ കൊടുക്കാന്. അപ്പൊ ഗവൺമെന്റ് ഒരു വക്കീലിനെ പ്രൊവൈഡ് ചെയ്യല്ലേ ചെയ്യുക? എന്തായാലും ഗവൺമെന്റ് തന്നെയാണ് വിക്ടിമിനെ എല്ലാ വക്കീലിനും വെക്കുക. പിന്നെ വേണ്ടവർക്ക് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് ഏതെങ്കിലും ഒരു വക്കീലിനെ അപ്പോയിന്റ് ചെയ്യാം. അത് അവരെ ചോയ്സാണ്. അത് ഗവൺമെന്റിന് അത് പൈസ കൊടുക്കണോ അത് ലോയറുമായിട്ട്. ഞാൻ ചോദിക്കുന്നത് വെച്ചപ്പോൾ ഒരു വലിയ റിച്ച് ആയിട്ടുള്ള ഒരാളും ഒരു പാവപ്പെട്ട ഒരാളും തമ്മിൽ കേസ് നടക്കണം. അയാൾ ഭയങ്കര ഒരു വക്കീലിനെ കൊണ്ടുവരാണ് പൈസ. അങ്ങനെ വക്കീൽ മാറി വെച്ചിട്ട് ഇതൊന്നുമില്ല. ഇല്ലല്ലേ? ഇത് ഫുള്ള് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അടുത്താണ് പ്രോസിക്യൂഷന്റെ ഫുള്ള് കിടക്കുന്നത്. ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ എത്രമാത്രം നന്നായിട്ട് അന്വേഷണം നടത്തിയിട്ടുണ്ടോ അതിനനുസരിച്ചിട്ടുള്ളതാണ് അവർക്ക് കിട്ടുക. വക്കീലിൻ്റെ അതിലത്ര വരില്ല. കാരണം വക്കീൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അന്വേഷിച്ച കാര്യങ്ങൾ കോടതിയിൽ അവതരിപ്പിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ കൂടുതലായിട്ട് വക്കീലിന് അതിൽ വിക്ടിമിന് റോളില്ല. വിക്ടിമിന് വക്കീലിന്, ഡിഫൻസിനാണ് പ്രതിക്കാണ് പിന്നെ വക്കീൽ വേണ്ടത്. അവിടെ സ്ട്രോങ് ആയിട്ട് കാരണം ഇപ്പുറത്ത് നിൽക്കുന്നത് പോലീസും വക്കീലും കൂടിയാണ് ആ കേസ് ഉണ്ടാക്കിയിട്ട് കൊടുക്കുക.
അപ്പുറത്താണ് നമ്മൾ പോലീസും ഗവൺമെന്റും എല്ലാരും സപ്പോർട്ടാണ്. എല്ലാരും ഗവൺമെന്റ് ആണെങ്കിൽ ഫണ്ടിനാണെങ്കിൽ ഗവൺമെന്റ് ഉണ്ട്. എല്ലാ കാര്യത്തിനും വിക്ടിമിന് ഫുൾ പ്രൊട്ടക്ഷൻ ആണ്. വിക്ടിം സ്റ്റേറ്റ് ആയിട്ടാണ് കാണുന്നത്. സ്റ്റേറ്റിനെതിരെയുള്ള ഒഫൻസ് ആണ്. അപ്പൊ നമ്മളെ ഒഫൻസ് ചെയ്ത ആളായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ വലിയ വക്കീലിനൊക്കെ കൊണ്ടുവന്നിട്ട് വെക്കേണ്ടി വരും ചിലപ്പോൾ അല്ലേ. നമ്മൾ അതിലുള്ള ലൂപ്പ് ഹോളുകൾ എന്തൊക്കെയാണോ അത് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഏറ്റവും വക്കീലിനേക്കാൾ നല്ലത് ഏറ്റവും നല്ല കമ്മ്യൂണിക്കേഷനാണ് ആദ്യം വേണ്ടത്. വക്കീലായിട്ട് എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്താൽ മാത്രമാണ് വക്കീലിന് അതിനനുസരിച്ചുള്ള ഡിഫൻസ് എടുക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ വക്കീലിന് തന്നെ കൺഫ്യൂഷൻ ആവും എന്ത് ചെയ്യണമെന്ന്. പല കാര്യങ്ങളും നിങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ അത് വിക്ടിം അതിൻ്റെ ഉള്ളിൽ വെച്ച് പറയുമ്പോഴാണ് ആദ്യമായിട്ട് വക്കീൽ കേൾക്കുക. അപ്പം നമുക്ക് അതിനൊരു ഡിഫൻസ് കിട്ടൂല. ആ സ്പോട്ടിൽ സർപ്രൈസ് ആയി പോകും. നമ്മൾ ആദ്യം ഈ കാര്യങ്ങളെല്ലാം നമുക്കറിയാം. അപ്പോൾ ഏത് സമയത്ത് വിക്ടിം എന്ത് കാര്യം പറഞ്ഞാലും നമുക്ക് അതിനുള്ള റെമഡി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടാവും. മറ്റേത് സഡനായിട്ട് കിട്ടുമ്പോൾ അത് റിസർച്ച് ചെയ്യാനോ അതിനൊന്നുള്ള സാവകാശം വക്കീലിനുണ്ടാവില്ല. മനസ്സിലായി. ഇതിലൊക്കെ ഉണ്ടാവില്ല ചില ചോദ്യങ്ങൾ, സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള അങ്ങനെ ചില ചോദ്യങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ട് ഇത് മുന്നേ പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ സാധനം മുന്നേ പറഞ്ഞിട്ടില്ലെങ്കിൽ ഭയങ്കരമായ പ്രശ്നം തന്നെയാണ്. കേസിനെ അറിയല്ല. അതാ കേസ് തന്നെ ഭയങ്കരമായിട്ട് ഇതാവും. പിന്നെ ഒരു ഓപ്പർച്യൂണിറ്റിയും കിട്ടൂല. ശരിക്കും ഈ സിനിമയിലുള്ള വക്കീല് ഹാളുകൾ ഈ വാദങ്ങളൊക്കെ എത്രത്തോളം അത് ഒറിജിനൽ ആയിട്ടുള്ളതിനേറ്റവും ഞാൻ കണ്ടിടത്തോളം തീരെ തോന്നിയിട്ടില്ല. കാരണം അത് ചിലപ്പോൾ കേൾക്കന്നല്ലേ നമുക്ക് എന്താണ് വക്കീലും ജഡ്ജിയും സംസാരിക്കുന്നതെന്ന്. അത് പല കോടതിയനുസരിച്ച്. ഇപ്പോൾ ഹൈക്കോടതിയിലും ഇവിടെയൊക്കെ മൈക്കൊക്കെ ഉണ്ട്. പല കോടതികളിലും മൈക്കും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല സൗണ്ട് ഉണ്ട്. പിന്നെ പല വക്കീലന്മാരനുസരിച്ച് സൗണ്ടുള്ള ആൾക്കാർ സൗണ്ട് പറയും, സൗണ്ട് ഇല്ലാത്തവർ ഉള്ള സൗണ്ടിൽ പറയും. അങ്ങനെ സിനിമയിൽ പിന്നെ നാടകീയത കുറച്ച് ഉണ്ടാവുമല്ലോ. ഈ ഇൻവെസ്റ്റിഗേഷനൊക്കെ വരികയാണ്. ഇപ്പോൾ നമുക്കെതിരെ ഇൻവെസ്റ്റിഗേഷനൊക്കെ വരുമ്പോൾ നമ്മൾ എങ്ങനത്തെ നടപടികൾ എന്തെങ്കിലും എടുക്കണ്ടോ? നമ്മൾ ചില പ്രത്യേകതരം റൂൾസിൽ എന്തെങ്കിലും ആവുന്നുണ്ടോ? ഇൻവെസ്റ്റിഗേഷൻ വരുമ്പോൾ നമുക്കെതിരെ ഇൻവെസ്റ്റിഗേഷൻ വരികയാണ്. നമ്മളിപ്പോൾ ഒരു എന്തെങ്കിലും ചെയ്തിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ വരുമ്പോൾ നമ്മൾ റൈറ്റ്സ് കുറച്ച് പോകുന്നുണ്ടോ ഒരു സിറ്റിസണിന്? ഇൻവെസ്റ്റിഗേഷൻ വരുമ്പോൾ നമ്മളെ റൈറ്റ് ഒന്നും പോകുന്നില്ല. നമ്മൾ കൺവിക്റ്റഡ് ആയി കഴിഞ്ഞാൽ നമ്മളൊരു കൺവിക്റ്റഡ് അക്യൂസ്ഡാണ്. അപ്പോൾ നമുക്ക് കുറേ കാര്യത്തിൽ പ്രശ്നങ്ങൾ വരും. ഓക്കെ, കൺവിക്ഷൻ വരുമ്പോൾ മാത്രമേ നമ്മൾ റൈറ്റ്സ് എടുത്ത് കളഞ്ഞിട്ട് ജയിലിലേക്ക് അല്ലെങ്കിൽ അതുവരെ നമ്മളൊരു കുറ്റക്കാരനാണോ അല്ലേ എന്നുള്ള ഇതിലാണ്. കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ല. ഒരു അക്യൂസ്ഡ് മാത്രമാണ്, കൺവിക്റ്റഡ് അക്യൂസ്ഡ് ആയിട്ടില്ല. അപ്പോൾ നമ്മൾ സാധാ സിറ്റിസൺ തന്നെയാണ്. അപ്പോഴുള്ള നമ്മളെ എല്ലാ റൈറ്റുകളും നമുക്കുണ്ടാവും. ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് എല്ലാത്തിനുള്ള അവകാശങ്ങളും ഇവിടെ നിന്ന് കിട്ടും, കോടതിയിൽ നിന്നാണെങ്കിലും. പിന്നെ ഫ്രീ ആയിട്ട് വക്കീലിനെ വെക്കുക, ഫ്രീ ആയിട്ട് പൈസ ഇല്ലാത്ത ആൾക്കാർക്ക് ഇപ്പോൾ ഒരു കേസിൽ പെട്ട് പ്രതിയായി കഴിഞ്ഞാൽ ഓൽക്ക് ലീഗലായിട്ട് തന്നെയുള്ള ഇതുണ്ട്. അത് CRPC പ്രകാരം തന്നെ അങ്ങനെ ആവും. അത് കോടതിയിൽ ചോദിക്കും. കോടതി ഫസ്റ്റ് നിങ്ങളെ കോടതിയിൽ 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ അറസ്റ്റ് ചെയ്ത ഒരാളെ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യണമെന്നാ. നിങ്ങളിപ്പോൾ അറസ്റ്റ് ചെയ്ത് 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ നിങ്ങളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. ആ സമയത്ത് മജിസ്ട്രേറ്റ് ചോദിക്കും നിങ്ങൾക്ക് വക്കീലുണ്ടോയെന്ന്. ഇല്ലെങ്കിൽ അവിടെ തന്നെ ഡിഫൻസ് ലോയർ ഉണ്ടാവും. അപ്പോൾ ഓലെ അറിയിച്ചതിന് ശേഷമാണ് ഈ റിമാൻഡ് റിപ്പോർട്ട് പോലീസ് തയ്യാറാക്കുമ്പോൾ അതിൽ റിമാൻഡ് റിപ്പോർട്ടിൽ എഴുതണം, ഞാൻ ഇന്ന വക്കീലിനെ നിയമസഹായത്തിനായി പ്രതി പറഞ്ഞത് പ്രകാരം വിളിച്ചറിയിച്ചു എന്ന്. ഇല്ലെങ്കിൽ റിമാൻഡ് ലോയറായ ഇന്ന വക്കീലിനെ അറിയിച്ചു എന്ന്. നിങ്ങൾക്ക് വക്കീലില്ല, നിങ്ങൾക്ക് ആരെയും അറിയില്ല എന്നുണ്ടെങ്കിൽ ഓൾറെഡി ഒരു റിമാൻഡ് ലോയറെ കോടതി ഓരോ പോലീസ് സ്റ്റേഷനും അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടാവും. പോലീസ് സ്റ്റേഷൻ നിങ്ങൾക്ക് ഓരോ കോടതിയിലായിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടാവും. ആ കോടതിയിലത്തെ ഡിഫൻസ് ലോയർ നിങ്ങൾക്ക് വേണ്ടി അപ്പിയർ ചെയ്യും. പിന്നെ ഇപ്പോൾ പോലീസ് ഇപ്പോൾ നമ്മളെ കൈകാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പോലീസ് നമ്മളെ അടുത്ത് വരുമ്പോൾ നമുക്ക് അവർക്ക് ശരിക്കും നമ്മളെ മെയിലിലേക്ക് കയറി ഇതാക്കാനുള്ള അധികാരമൊന്നും ഇല്ലല്ലോ ബൈലോയിൽ. അങ്ങനെ അധികാരമൊന്നുമില്ല അവർക്കിപ്പോൾ തെറി പോലും വിളിക്കാൻ പറ്റൂല എന്നാണ്. നമ്മളെ ഇതായിട്ട് തെറി വിളിക്കാൻ പറ്റില്ല. പിന്നെ വീഡിയോ എടുക്കാനുള്ള റൈറ്റ് ഒക്കെ നമുക്ക് ഉണ്ട്. നമുക്ക് വീഡിയോ എടുക്കാം അല്ലേ? അതന്നെ അല്ലേ ചെയ്യണ്ടേ? ഓല് നമുക്കെതിരെയാണ് പോലീസ് നീങ്ങണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും വീഡിയോ എടുത്ത് വെക്കണേ നമുക്ക് നല്ലൊരു എവിഡൻസ് ആയിട്ട് ഉപയോഗിക്കാം. ആ ഇന്ററാക്ഷൻ വരുമ്പോൾ തന്നെ നമുക്ക് വീഡിയോ ഓണാക്കി വെക്കാം. അത് ഓൽക്ക് തടുക്കാനൊന്നും പറ്റില്ല. അത് നമ്മളെ റൈറ്റ് തന്നെയാണ്. ഇപ്പൊ അങ്ങനെ വരുമ്പോ മെയിലേക്ക് എടുക്കേണ്ട കാര്യം അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇല്ലല്ല, അത് പാടില്ലല്ലോ. അങ്ങനെ പാടില്ല. നമ്മളെവിടെയൊക്കെ ശരിക്കും അങ്ങനെയൊന്നും അല്ലല്ലോ അല്ലേ? പലപ്പോഴും ആ പേടി എന്നുള്ള സാധനത്തിലാണല്ലോ ആൾക്കാർ നിൽക്കണേ, ഓടുക. അതിന് എല്ലാവർക്കും ഒന്നാമത് പോലീസ് എന്ന് പറയുമ്പോൾ തന്നെ പേടിയാണ്. അത് പക്ഷേ ഇല്ലെങ്കിലും ഇവിടെ പ്രശ്നമാണ്. കാരണം കൂടുതൽ ക്രൈമുകൾ കമ്മിറ്റ് ചെയ്യും.
ആൾക്കാർക്ക് ഒരു പേടിയുള്ളതുകൊണ്ടാണ് കുറച്ച് ക്രൈം കുറയണത്. പേടി തീരല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ക്രൈം റേറ്റ് കൂടുന്നതാണ്. ഇപ്പോൾ റൈറ്റ്സ് പറയുമ്പോൾ എന്താ വെച്ചാൽ ഇപ്പം അടുത്ത് ഇങ്ങനെ ഒരു ഫ്രണ്ടുമായിട്ട് സംസാരിക്കുമ്പോഴാണ് ശരിക്കും അടിയൊക്കെ ഉണ്ടാവുന്നുണ്ടല്ലോ നമ്മുടെ നാട്ടിലൊക്കെ. നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആൾക്കാർ അടിക്കുന്നൊക്കെ ഉണ്ട്. ശരിക്കും ഒരു അടി ഫസ്റ്റ് കിട്ടുകയാണെങ്കിൽ ഒരു ലീഗൽ പെർസ്പെക്റ്റീവിൽ നല്ലതല്ലേ അത്? നമ്മൾ അടിക്കാതെ ഒരു അടി നമുക്ക് കിട്ടുകയാണ്. നമുക്ക് പിന്നെ അയാളെ പ്രസ് ചെയ്തിട്ട് ഒരു ഇത് ലീഗലി നീങ്ങിക്കൂടെ? ഒരു അടി കിട്ടിയാൽ തന്നെ അങ്ങനെ പറ്റുമോ? അതൊക്കെ പറ്റും. നമ്മൾ അടി കിട്ടിക്കഴിഞ്ഞാൽ, നമുക്കൊരു ഇഞ്ചുറി ഏറ്റ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഹോസ്പിറ്റലിലാണ് പോകേണ്ടത്. ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായിട്ട് ഡോക്ടറെ അടുത്ത് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം എന്താണ് സംഭവം ഉണ്ടായത് എന്ന്. അപ്പോൾ ഡോക്ടർ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതും. ആക്സിഡൻറ്റ് കം വൂണ്ട് സർട്ടിഫിക്കറ്റിൽ അവിടെ ഒരു പ്രൊസീജിയറാണ്, ഒരു ഫോം, അതിൽ ഓല് ഫില്ല് ചെയ്തിട്ട് നമ്മളെടുത്ത് റീസൺ എന്താണ് ഈ ഇഞ്ചുറിക്ക് എന്നുള്ളത് ഡോക്ടർ ചോദിക്കും. അത് ഡോക്ടർ അവിടെ മെൻഷൻ ചെയ്യും. ആ എഴുതിയ കാര്യം ഭയങ്കര റിലവൻ്റ് ആയിട്ടുള്ള ഒരു എവിഡൻസ് ആണ്. കാരണം അതാണ് നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് വരെ. കാരണം FIS പറയുന്നത് ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ് പോലീസിന് കിട്ടുന്നത്. അതിൻ്റെ മുന്നെയാണ് ഈ ഡോക്ടറെ അടുത്ത് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ അപ്പോൾ FISൻ്റെയും കാട്ടിലും മുന്നെയാണ് ഇത് വരുന്നത്. ഭയങ്കര റിലവൻസിയാണ് അതിന്. അപ്പം നമ്മൾ ഉണ്ടായ കാര്യങ്ങൾ അവിടെ തന്നെ ഡിസ്ക്ലോസ് ചെയ്യണം. നമ്മൾ കുറച്ച് പറയരുത്, എല്ലാ കാര്യങ്ങളും ഷോർട്ടായിട്ട് പറയണം. പക്ഷേ എങ്ങനെയാണ് എന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ എത്ര ആൾക്കാരാണ്, എണ്ണം ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇത്ര ആൾക്കാരുടെ അടുത്ത് നിന്നാണ് അടി കിട്ടിയത് എന്നൊക്കെയുള്ള പേരറിയുമെങ്കിൽ അതെല്ലാം അപ്പം തന്നെ നമ്മൾ പറയണം. മനസ്സിലായി. അതിനുശേഷം ഹോസ്പിറ്റലുകാർ ഇത് പോലീസിനെ അറിയിക്കും. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് CPOs വന്നിട്ട് നമ്മളെ മൊഴിയെടുക്കും. അപ്പോൾ ഫസ്റ്റ് ഡോക്ടറോട് പറഞ്ഞത് ലൈക്ക് കുറച്ച് പറഞ്ഞിട്ട് അവിടെ കൂടുതൽ പറഞ്ഞിട്ട് പറഞ്ഞാൽ ഓക്കെ ആവും? അത് ഓക്കെ ആവും. അതാണ് നമ്മൾ ഷോർട്ടായിട്ട് പറയുന്നത്. നമ്മൾ എല്ലാ കാര്യങ്ങളും അതിൽ ഇൻക്ലൂഡ് ആവണം. ഫസ്റ്റ് പറയണം. പിന്നെ ഡോക്ടർ ഇഞ്ചുറി ഒക്കെ ഡോക്ടർ എഴുതും. ഇവിടെ ഇത് പറ്റി അത് പറ്റി എന്നൊന്നും നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ആരടിച്ചു എവിടെ അടിച്ചു എന്നുള്ളത് നമ്മൾ പറയാം. ബാക്കി ഇഞ്ചുറികൾ ഡോക്ടർ എന്തായാലും അതിൽ നോട്ട് ചെയ്യും. എന്തൊക്കെ പരിക്കാണ് നമുക്ക് പറ്റിയിട്ടുള്ളത് എന്നുള്ളത് ഡോക്ടർ തന്നെ നോക്കിയിട്ട്, ഇപ്പം അവിടെ അടി കിട്ടി ഇവിടെ അടി കിട്ടി എന്ന് പറഞ്ഞാലാണ് ആ സ്ഥലത്ത് പരിക്കുണ്ടോ എന്ന് ഡോക്ടർക്ക് നോക്കാൻ പറ്റുള്ളൂ. പരിക്കില്ലാത്ത ചെറിയ അടിയൊക്കെയാണെങ്കിൽ ചിലപ്പോ എടുക്കണ്ടാവില്ലേ? അല്ല, ചെറിയ അടിയാണെങ്കിലും ചെറിയ നീരുണ്ടെങ്കിലും അതൊക്കെ ഡോക്ടർ നോട്ട് ചെയ്യും. അത് പല രീതിയിലുള്ള ഹേർട്ട് ഉണ്ട്. ഹേർട്ട് ചെറിയ ഹേർട്ടാണെങ്കിലും ഒഫൻസ് ആണ്. പിന്നെ ഗ്രീവിയസ് ഹേർട്ടാണ് എല്ല് പൊട്ടുക. അതേമാതിരി മുഖത്തിന് കണ്ണ്, ഇത് മൂക്ക്, ചെവി, വായ, പല്ല് എന്നൊക്കെ ഉള്ളതിനൊക്കെ പരിക്ക് പറ്റുന്നതൊക്കെ ഗ്രീവിയസ് ഹേർട്ടിലാണ് വരിക. മറ്റേ ചെറിയ പരിക്കിന് ഹേർട്ട് ഉണ്ട്. പിന്നെ വാക്കുകൊണ്ട് നമുക്ക് ഡിഫമേഷൻ ഉണ്ട്. അത് സിവിലിലും ക്രിമിനലിലും ഉണ്ട്. നമുക്ക് രണ്ടായിട്ടും ഫയൽ ചെയ്യാം. നമുക്കിപ്പോൾ ഒരു പബ്ലിക്കിൻ്റെ ഇടയിൽ നമ്മളെ പറ്റി എന്തെങ്കിലും മോശമായിട്ട് പരാമർശിക്കുക, ഇല്ലാത്തൊരു കാര്യം നമ്മളെ പറ്റി പറയാം, അത് നമുക്കൊരു പബ്ലിക്കിലൊരു ഹാമായി കഴിഞ്ഞാൽ നമുക്കത് ഡിഫമേഷന് കേസ് കൊടുക്കാവുന്നതാണ്. ഭയങ്കര ഒരു കോമ്പൻസേഷന് സിവിലായിട്ടും കൊടുക്കാം, ക്രിമിനലായിട്ട് ക്രിമിനൽ ഒഫൻസ് ഇതായിട്ടും കൊടുക്കാം. സ്റ്റേറ്റിനെതിരെ സ്റ്റേറ്റ് നമ്മളെ ഭാഗത്തുണ്ടാവും. പേടിപ്പിക്കുന്ന സാധനമല്ലേ അത് ശരിക്കും? അപ്പം നമ്മൾ വെറുതെ ഒരു എന്തെങ്കിലും ജസ്റ്റ് വെറുതെ തെറി പറയാ എന്നൊക്കെ പറഞ്ഞാൽ തന്നെ പോയി കേസ് കൊടുക്കാൻ പറ്റുമോ? അതാണ്, അത് പ്രൂവ് ചെയ്യാനാണ് ഏറ്റവും റിസ്ക്. ഇതങ്ങതി ഇത് പറഞ്ഞു എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ആരെങ്കിലും സാക്ഷികൾ വേണം. ഇത് കോടതിയിലെത്തി കോടതിയിൽ തെളിയണം ഇങ്ങനെ ഒരു ഡിഫമേഷൻ നടന്നു എന്നുള്ളത്. അതാണ് ഏറ്റവും വലിയ ഡിഫമേഷന്റെ കേസിലുള്ള പ്രശ്നം. അങ്ങനത്തെ ഒരു ഒഫൻസിനൊക്കെ എത്ര വരെ എന്തൊക്കെ പിഴ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്? ഇപ്പോൾ അങ്ങനെ വാക്കുകൾ കൊണ്ടൊക്കെ നമ്മൾ ഒരാളെ ഇതാക്കിയിട്ട് പ്രൂവ് ചെയ്യാണ്, എത്രത്തോളം സാധ്യത ഉണ്ട്? അത് 3 വർഷമൊക്കെ തന്നെ തടവിന്, മാക്സിമം 3 വർഷം തടവിന്. പിന്നെ കോമ്പൻസേഷൻ കിട്ടും. അത് നമ്മളെ റെപ്യൂട്ടേഷൻ അനുസരിച്ചിട്ടാണ്. നമ്മൾ ഹൈലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരാളാണ്, നമുക്ക് നല്ല ഫിനാൻഷ്യലി ഒക്കെ ഭയങ്കര ഇതായിട്ടുള്ള ആളാണ്, അപ്പം നമുക്ക് ഭയങ്കരമായൊരു അടിയാണ് കൊണ്ടത് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു കോമ്പൻസേഷൻ, അത് എത്രത്തോളം ഹാമായി ആ ഹ്യൂമൻ ബീയിങ്ങിന് എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു കോമ്പൻസേഷൻ സിവിൽ കോടതിയിൽ നിന്ന് കിട്ടും. അതാണ് ഡിഫമേഷൻ രണ്ടിലും കൂടി വരുന്നത്. അതാണ് ഡിഫമേഷൻ ഒന്നാമതെന്ന് വെച്ചാൽ നമുക്ക് വന്നായിട്ട് നഷ്ടം, സാമ്പത്തിക നഷ്ടം വരാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. അപ്പം അത് സിവിലായിട്ട് നമുക്ക് സിവിൽ റെമഡി ഉണ്ട് സാമ്പത്തിക നഷ്ടത്തിന്. അത് ഇൻഡിവിജ്വൽ ആയിട്ടാണ് കൊടുക്കേണ്ടത്. ആരാണോ നമ്മളെ സാമ്പത്തിക നഷ്ടത്തിലാക്കാനുള്ള ആ വാക്ക് ഉപയോഗിച്ചത്, വാക്ക് സൈന് എന്താണെങ്കിലും മതി, വകുപ്പുണ്ട്. അത് തെളിയിക്കാനാണ് കുറച്ച് ഗതികേട് ആ കേസ്. വാക്കുകൾ കൊണ്ട് മാത്രം പോരല്ലേ തെളിവുകള്? അത് വാക്ക് പറഞ്ഞു എന്ന് പറയുന്നത് ആകെ കേട്ടാള് മാത്രാണ്, വേറെ ആരെങ്കിലും വേണ്ടേ? സാക്ഷികൾ ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകുള്ളൂ.
ഓ അങ്ങനെ സാധനമില്ല അതില്. അതുകൊണ്ടാണ് അങ്ങനത്തെ കേസുകൾ കൂടുതൽ ഇല്ല, വളരെ റെയറായിട്ടേ ഉണ്ടാവില്ലുള്ളൂ. പിന്നെ സോഷ്യൽ മീഡിയയിലും ഇവിടേക്ക് ഇടുമ്പോൾ പിന്നെ കുറേ പ്ലാറ്റ്ഫോമുകളിൽ വരുമ്പോൾ പ്രശ്നമില്ല, അതിന് കുറേ എവിഡൻസ് ഉണ്ട്. അതിൽ തന്നെ സോഷ്യൽ മീഡിയയിലുള്ള തെറിയും നമുക്ക് കേസൊക്കെ ആയിട്ട് എടുക്കല്ലേ? സോഷ്യൽ മീഡിയയിലുള്ളതൊക്കെ നമുക്ക് എടുക്കാം. അതിലിപ്പോൾ ഒരാൾ നമ്മളെ ത്രെട്ട് ചെയ്യുകയാണെങ്കിൽ അത് ത്രെട്ടായിട്ട് തന്നെ നമുക്ക് കേസ് കൊടുക്കാൻ പറ്റുമോ? ത്രട്ടണിങ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ഇത് കൊടുക്കാൻ പറ്റും. നമുക്കൊരു മുൻകൂറായിട്ട് നമ്മൾക്ക് ഇങ്ങനെ ഒരു ഇയാളെടുത്ത് നിന്നൊരു ത്രട്ടണിങ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു കംപ്ലയിൻറ്റ് കൊടുത്തിടാം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഫസ്റ്റ് അയാളെയാണ് അക്യൂസ്ഡ് ആയിട്ട് കണക്കാക്കുക. അങ്ങനെ നമുക്കൊരു ത്രട്ടണിങ് ഉണ്ടെങ്കിൽ. ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ഏരിയ ആണല്ലോ, ഒന്നും പറയാൻ പറ്റില്ലല്ലോ. നമ്മളെ ശരിക്കും ഇത് ഫ്രീഡം ഓഫ് സ്പീച്ചിനെ ബാധിക്കുന്ന ഒരു സാധനം കൂടിയല്ല. ഫ്രീഡം ഓഫ് സ്പീച്ച് പറഞ്ഞാൽ നമുക്ക് എന്തും പറയാം, പക്ഷെ അത് മറ്റുള്ളവർക്ക് ഹാം ആവരുത് എന്നുള്ളൂ. നമുക്ക് പറയുന്നതിന് ലിമിറ്റ്ലെസ് ആണ്, നമുക്ക് പറയാം. പക്ഷെ അത് മറ്റുള്ള ഒരാൾക്ക് ഹാം ആവുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കരുത് എന്നുള്ളൂ. നമുക്ക് നമ്മുടെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാം, അത് മറ്റുള്ള ഒരാളെ കൊള്ളുന്ന രീതിയിൽ പേഴ്സണലി ആവരുത് എന്നുള്ളൂ. ഐഡിയോളജിക്കലി നമുക്ക് പറയാം, കോമൺ ആയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും പറയാം. പക്ഷെ ഒരാളെ ഇൻഡിവിജ്വലിനെ സ്പെസിഫൈ ചെയ്തിട്ട് പല കാര്യങ്ങളും ഓൽക്ക് ഹാം ആവുന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് മനസ്സിലായി. ചെറിയ ബ്രേക്ക് എടുക്കല്ലോ. എന്താണ് ഈ പോലീസുകാരൊക്കെ നമ്മളോട് മിസ്ബിഹേവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക, നമുക്ക് പോലീസിനെതിരെ കേസ് കൊടുക്കാൻ പറ്റുമോ? പോലീസിനെതിരെ നമുക്ക് പോലീസ് കംപ്ലയിൻറ്റ് സെല്ല് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അവിടെ നമുക്ക് പോലീസിനെതിരെയുള്ള എന്ത് പരാതികളും അവിടെ ബോധിപ്പിക്കാവുന്നതാണ്. പോലീസ് നമുക്കെതിരെ എന്തെങ്കിലും കാര്യങ്ങൾ ഓലെ ലിമിറ്റ് കഴിഞ്ഞിട്ട് ചെയ്യുകയാണെങ്കിൽ ആ കാര്യങ്ങൾക്കെതിരെ നമുക്ക് പോലീസ് കംപ്ലയിൻറ്റ് സെല്ലിൽ പരാതിപ്പെടാവുന്നതാണ്. അതൊരു ലീഗൽ റൈറ്റ് തന്നെയാണ്. എല്ലാവർക്കും ആര് നമ്മളെതിരെ എന്ത് ചെയ്താലും നമുക്ക് ലീഗൽ റൈറ്റ് തന്നെയാണ്. നമുക്കെതിരെ ഒരു ഹാം ആവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാത്തൊരു കാര്യത്തിന് പോലീസ് നമ്മളെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുക, ഹറാസ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് പോലീസ് കംപ്ലയിൻറ്റ് സെല്ലിൽ പരാതിപ്പെടാവുന്നതാണ്. അതിനെതിരെ അവിടുന്ന് കറക്റ്റായ ആക്ഷൻസ് പോലെ എടുക്കുന്നതാണ്. പോലീസുകാരനെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ അന്വേഷിച്ച് എല്ലാ കാര്യങ്ങളും അവിടെ വെച്ച് അവർ സോൾവ് ചെയ്യുന്നതാണ്. അതിനെതിരെ അവിടുന്ന് സോൾവ് ആയിട്ടില്ലെങ്കിൽ നമുക്കതിന് വേറെ റെമഡീസ്, കേസ് ഫയൽ ചെയ്യാവുന്നതെല്ലാം കോടതി മുഖാന്തരം പോലീസിനെതിരെ കേസ് ഫയൽ ചെയ്യാം. അതും നമ്മൾ ലോയർ ത്രൂ തന്നെയാണോ പോകേണ്ടത്, അതോ നമുക്ക് നമ്മുടെ ഇതാണ്, നമുക്ക് കംപ്ലൈന്റ് കൊടുക്കുന്ന മാതിരിയാണോ ചെയ്യേണ്ടത്, അതോ ലോയർ ത്രൂ തന്നെ വേണമെങ്കിൽ പോകാൻ പറ്റും? ലോയർ ത്രൂ ചെയ്താൽ എന്താ വെച്ചാൽ ആ കംപ്ലൈന്റിൽ വരേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ലോയർ ചേർത്ത് തരും. മറ്റേത് നമ്മൾ എഴുതുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ മിസ്സാക്കും. എന്താണ് ഉണ്ടായത് എന്നുള്ള ഓരോ ആക്ട് എവിടെയൊക്കെയാണ് കമ്മിറ്റ് ചെയ്തത്, ഏതൊക്കെയാണ് ഒഫൻസ് വരിക എന്നുള്ളത് ലോയർക്കാണ് കറക്റ്റായിട്ട് അറിയാം. മറ്റേ നമുക്കിപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് ചെയ്തതിൽ ഒഫൻസ് ഉള്ളതെന്ന് സാധാരണക്കാരന് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. അപ്പോൾ അയാൾ എഴുതുന്നതിൽ ചിലപ്പോൾ ആക്ട് നടന്ന സംഗതികൾ എഴുതാതെ മിസ് ചെയ്യും. എന്താണ് ആക്ട് ഉണ്ടായത് എന്നുള്ളത്, ആക്ട് എവിടെയൊക്കെ അപ്ലിക്കബിൾ ആവും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്ന സ്റ്റോറിയിൽ ചിലപ്പോൾ അയാൾക്കെതിരെ ചാർജ് ചെയ്യാനുള്ള ഒരു ആക്ടും ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. അതാണ് ലീഗൽ ആയിട്ടുള്ള ആക്ടുകൾ ഉണ്ടാവണമെന്നില്ല. അത് എന്തൊക്കെയാണ് എങ്ങനെയാണ് എന്നുള്ളത് ഒരു ലോയറെ അടുത്ത് കൺസൾട്ട് ചെയ്താൽ ലോയർ കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്ത് ഡ്രാഫ്റ്റ് ചെയ്ത് തരും. ചിലപ്പോൾ ചില ആക്ടുകൾ മിസ്സായി പോയിട്ടുണ്ടാവും, നമുക്കറിയാനായിട്ട് നമ്മൾ എഴുതാതെ ഒഴിവാക്കും, അത് ചിലപ്പോൾ ഒഫൻസ് ആവും. അപ്പം ആ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വരണമെങ്കിൽ നമ്മൾ ഡ്രാഫ്റ്റ് ലോയറെ കൊണ്ട് ചെയ്യിക്കുന്നത് നല്ലതാണ്. എല്ലാവർക്കും പേഴ്സണലി ഒരു ലോയർ ഇൻ ടച്ച് വേണം. അതാണ് കറക്റ്റ്. ഒരു ലോയർ, നമുക്ക് ഒരു ലോയർ വേണം. അത് അങ്ങനെ ഇപ്പോൾ നമുക്ക് പൈസ ഇല്ലാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇല്ലാതെക്കൂല. നമുക്ക് ഡിഫൻസ് ലോയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു DLSAൻ്റെ ഒരു പ്ലാൻ ഉണ്ട്, ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി എന്ന് പറഞ്ഞിട്ട്. അവിടെ നമുക്ക് ഇപ്പോൾ പൈസ ഇല്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ അവിടെ പോയിട്ട് നമുക്ക് അവരൊരു ലോയറെ വെച്ച് പേഴ്സണലി നമുക്ക് ലോയർ വേണമെങ്കിൽ അവിടെ പോയാൽ നമുക്ക് കിട്ടും അവിടുന്ന്. അത് വെച്ചിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാവുന്നതാണ്, എന്താണെങ്കിലും. സിവിലാണെങ്കിൽ പോലും, ക്രിമിനലിന് മാത്രമല്ല. അപ്പോൾ നമുക്ക് ഡെയിലി കൺസൾട്ടേഷൻ ഒരു ലോയർ അങ്ങനെ ചാർജ് കൊടുത്ത് വെക്കാതെ തന്നെ നമുക്ക് കൺസൾട്ടേഷൻ കിട്ടും. നമുക്കൊരാവശ്യം വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ നേരെ ലീഗൽ സർവീസ് അതോറിറ്റിയിൽ, ഇപ്പോൾ മഞ്ചേരി ലീഗൽ സർവീസ് അതോറിറ്റി ഉണ്ട്, മഞ്ചേരി ജില്ലാ കോടതി കോംപ്ലക്സിൽ തന്നെ ഉണ്ട്. അവിടെ പോവാം, ലീഗൽ സർവീസിൽ പോവാം, നമ്മളെ കാര്യങ്ങൾ അവിടെ ഡിസ്ക്ലോസ് ചെയ്യുക, എന്താണ് കാര്യം എന്നുള്ളത് എഴുതി ഒരു പെറ്റീഷൻ മാതിരി, ഒരു ചെറിയ പരാതി മാതിരി നമ്മൾ എഴുതി ലീഗൽ സർവീസിൽ സബ്മിറ്റ് ചെയ്യുക. അവർ അത് ഫോർവേഡ് ചെയ്തിട്ട് ഒരു ലോയറെ പാനലിൽ കുറേ ലോയേഴ്സ് ഉണ്ടാവും, അവരെ ഒരാളെ അസർട്ടൈൻ ചെയ്തിട്ട് ഓലെ നമുക്ക് അപ്പോയിൻറ്റ് ചെയ്ത് തരും അവിടുന്ന്. അതിനുശേഷം ഓലെ മൊബൈൽ നമ്പറും കാര്യങ്ങളും നമുക്ക് തന്ന ഫോമിലുണ്ടാവും. അത് പ്രകാരം നമ്മൾ ഓലെ വിളിക്കുക, ഓലായിട്ട് കൺസൾട്ട് ചെയ്യുക. അതിനുശേഷം ഓല അഡ്വൈസ് ചെയ്യും എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത്.
നമുക്കൊരു ലോയർ കിട്ടും. ലോയറായിട്ടും ഓ നൈസ്, അത് നൈസാണല്ലോ. പിന്നെ ഈ കോൺട്രാക്റ്റുകൾ ഇതൊക്കെ വെക്കൂലേ, നമ്മൾ കോൺട്രാക്റ്റുകൾ വെക്കുക, അത് ശരിക്കും ഇപ്പോൾ ഒരു ബിസിനസ് ഇതൊക്കെ ആകുമ്പോഴൊക്കെ അത് ശരിക്കും അത് ഒരു ലോയർ പ്രസൻസിൽ തന്നെ ചെയ്യേണ്ട കാര്യമല്ലേ? ലോയറെ പ്രസൻസിൽ നിന്നില്ല, ഡ്രാഫ്റ്റ് ലോയറുമായിട്ട് ഡിസ്കസ് ചെയ്യണത് നല്ലതാണ്. നമ്മളൊരു എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യുന്നതിൻ്റെ മുന്നേ ആ എഗ്രിമെൻ്റ് ഒരു ലോയറെ കാണിച്ച് വെരിഫൈ ചെയ്ത് നമുക്കതിൽ എന്തൊക്കെയാണ് കൂടുതലായിട്ട് ആഡ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നമുക്കെതിരെ ഹാമായിട്ട് വരുന്ന കാര്യങ്ങൾ എന്നുള്ളത് ലോയറുമായിട്ട് ഡിസ്കസ് ചെയ്താൽ അതിൽ വന്ന എന്തൊക്കെ കാര്യങ്ങളാണോ ആ എഗ്രിമെൻറ്റിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് ആ കാര്യങ്ങളിൽ എന്തൊക്കെയാണ് നമുക്ക് എതിരായിട്ട് വരിക എന്നുള്ളതൊക്കെ കറക്റ്റ് ലോയർ പറഞ്ഞുതരും. അപ്പോൾ ആ കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ എഗ്രിമെൻറ്റ് കൂട്ടണോ കുറയ്ക്കണോ, എന്തൊക്കെ കാര്യങ്ങൾ ഒഴിവാക്കണം എന്നൊക്കെ ഉള്ളത് നമുക്ക് തീരുമാനിക്കാം. അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് പാർട്ടിയായിട്ട് പിന്നെയും ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്താൽ മതി. ഫസ്റ്റ് തന്നെ പോയി സൈൻ ചെയ്യാതെ എന്തൊക്കെ കണ്ടൻസ് ആണ് അതിൻ്റെ ഉള്ളിലുള്ളത് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വായിച്ചാലും ചിലപ്പോൾ നമുക്ക് മനസ്സിലാവണമെന്നില്ല. കാരണം അങ്ങനെ ഭാഷകൾ തിരുത്തിയിട്ടൊക്കെ കോൺട്രാക്റ്റിൽ ചതി വരുന്ന ഇതുണ്ടല്ലോ അല്ലേ? അതൊക്കെ ഉണ്ട്. കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും എന്താണ് എന്നുള്ളത് മനസ്സിലാവണം. അത് മനസ്സിലാവണമെങ്കിൽ എന്തായാലും ലോയറായിട്ട് ഒരു കൺസൾട്ടേഷൻ നല്ലതാണ് ആ സമയത്തും, ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നതിന് മുന്നേ. പിന്നെ എന്താണ് ഇത് ലാസ്റ്റ് ഒരു ചോദ്യം കൂടി എന്നിട്ട് നമുക്ക് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഇപ്പം നമ്മൾ എങ്ങനത്തൊക്കെ ഒഫൻസ് ചെയ്താലാണ് നമുക്ക് ഈ അബ്രോഡിലേക്കൊക്കെ പോകുമല്ലോ, അതിനെ ബാധിക്കുമല്ലോ? ചിലതൊക്കെ നമുക്ക് ചില ഒഫൻസുകൾ ചെയ്ത് അവിടെ നാട് വിട്ടു പോകാൻ പറ്റില്ല എന്ന് പറയും. എന്താണ് അപ്പോൾ അങ്ങനെ ബാധിക്കുന്ന ഒഫൻസുകൾ ഏതൊക്കെയാണ്? നമുക്കിപ്പോൾ കറൻ്റ്ലി ഇന്ത്യയിലുള്ള നിയമങ്ങളിലൊന്നും അബ്രോഡ് പോകാൻ അങ്ങനെ ഒരു ബാറ് നമുക്കില്ല. അത് സ്റ്റേറ്റിനെതിരെ ടെററിസം അതൊരു ബാറാണ്. അല്ലാതെ നമുക്ക് ഒരുവിധം ഒഫൻസുകളൊക്കെ നമ്മൾ പ്രതിയാണ് എന്നുള്ള ഒരു പേരിൽ നമുക്ക് പോവാതെ നിൽക്കാനുള്ള റൈറ്റൊന്നുമില്ല. നമുക്ക് എല്ലാ സ്ഥലത്തും പോവാം. പക്ഷേ കോടതിയിൽ നിന്ന് പെർമിഷൻ വാങ്ങണം. ഏത് കോടതിയിലാണോ കേസ് നടക്കുന്നത് ആ കോടതിയിൽ നമ്മൾ പെർമിഷൻ വാങ്ങിയതിന് ശേഷം മാത്രമേ പോകാൻ പറ്റുള്ളൂ. വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പോൾ UK പോലുള്ള കൺട്രീസിലൊക്കെ കുറേ കൺവിക്റ്റഡ് അക്യൂസറിനൊന്നും പോകാൻ പറ്റില്ല. അതുപോലെ വിസ പ്രൊസീജിയറാണ്, അത് ഓരോ രാജ്യത്തിനുള്ള ഫോർമാലിറ്റിക്ക് അനുസരിച്ചിരിക്കും. എല്ലാ രാജ്യവും ഒരേമാതിരിയല്ല. UK പോലെ വിസ വരുന്നതിൻ്റെ മുന്നേ തന്നെ വിസ എൻട്രി ഫോം ഉണ്ട്, അതിൽ ചോദിക്കും പ്രീവിയസ്ലി കൺവിക്റ്റഡ് ആണോ എന്ന്. അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൽ എന്തായാലും കറക്റ്റ് ആൻസർ ചെയ്യണമല്ലോ. അതിലെന്ത് റിജക്റ്റ് ആവാനൊക്കെ സാധ്യത ഉണ്ട്. ഇതിപ്പോൾ അണ്ടർ ട്രയലിലാവുമ്പോൾ കോടതിയിൽ നിന്ന് പെർമിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പോയി വരുന്നതിൽ ഒരു പ്രശ്നമില്ല. കോടതി നമ്മളെ പെർമിറ്റ് ചെയ്യും. പക്ഷേ നമ്മളെ ഐഡന്റിറ്റി ഒന്നും ഡിസ്പ്യൂട്ട് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഒരു ട്രയൽ നടക്കുന്ന സമയത്ത് വരെ കോടതി നമ്മളെ അബ്രോഡ് പോകാൻ വേണ്ടിയിട്ട് പെർമിറ്റ് ചെയ്യും. പക്ഷേ ആ സമയത്ത് നമ്മൾ കൂട്ടിലില്ല എന്നുള്ള ഒരു കാരണത്താൽ ട്രയൽ ഡിലേ ആവാൻ പാടില്ല. കേസ് വിചാരണ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഡിലേ ആവാൻ പാടില്ല. പ്രൊസീജിയർ നമ്മളില്ല എന്നുള്ള കാരണത്താൽ ഇവിടെ ലേഗാവാൻ പാടില്ല. അതിൽ നമ്മളെ ഐഡൻറ്റിറ്റി നമ്മൾ ഡിസ്പ്യൂട്ട് ചെയ്യരുത്. ഇപ്പോൾ ഏതൊരു സാക്ഷി വന്നാലും നമ്മളെ ഇപ്പോൾ ഒരാൾ പ്രതിയാണെങ്കിൽ അവർ അബ്രോഡിലാണ്, അവർ ബോക്സിലില്ല, പ്രതിക്കൂട്ടിൽ അവരില്ല. ആ സമയത്ത് വിക്ടിമിൻ്റെ അടുത്ത് ചോദിക്കും ഇന്ന പ്രതിയാണോ നിങ്ങൾ അടിച്ചത് എന്ന് ചോദിക്കുന്ന സമയത്ത് പ്രതിക്കൂട്ടിൽ ആളില്ല. അപ്പോൾ ആ ഒരു ഡിസ്പ്യൂട്ട് വരാൻ പറ്റൂല. അതിലാണ് എന്നുള്ളത് നമ്മൾ അഡ്മിറ്റ് ചെയ്യണം. ഗൾഫ് അബ്രോഡ് പോയതാണെങ്കിൽ നമ്മൾ കൂട്ടിലുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ പ്രതി ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഐഡന്റിഫിക്കേഷനൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരു പ്രതിയൊക്കെ ആണെങ്കിൽ ഐഡന്റിറ്റി ഡിസ്പ്യൂട്ട് വരില്ല. കാരണം കൂട്ടിലിരിക്കണ ഒരാളെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇയാളുടെ അടുത്ത് ചോദിച്ചാൽ അത് ആരാണെങ്കിലും ആ കൂട്ടിലിരിക്കുന്ന ആളാണെന്ന് പറഞ്ഞാൽ മതി, വേറെ ഐഡന്റിറ്റി ഡിസ്പ്യൂട്ട് വരില്ല. പക്ഷെ ഒന്ന് കൂടുതൽ ആൾക്കാരൊക്കെ ഉണ്ട്, ഇവർക്ക് ആളെ കണ്ടറിയില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കോർട്ടിൽ പ്രോപ്പറായിട്ട് ഹാജരാവണം. വന്നില്ലെങ്കിൽ പിന്നെ അങ്ങനെയാണ് ഈ വാറന്റ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഐഡന്റിറ്റി ഡിസ്പ്യൂട്ട് ചെയ്ത് നമ്മൾ എക്സംഷൻ വാങ്ങിയിട്ട് കോടതിയിൽ നിന്ന് നമുക്ക് പെർമിഷനോട് കൂടി പോവാം. അബ്രോഡ് പോകാൻ നമുക്ക് കോടതിയിൽ നിന്ന് എക്സംഷൻ വാങ്ങാൻ പറ്റും കേസിൽ അപ്പിയർ ചെയ്യാതെ. ആ ഒരു പെർമിഷനിൽ നമ്മൾ പോയിട്ട് നമ്മൾ ഐഡന്റിറ്റി ഡിസ്പ്യൂട്ട് ചെയ്യരുത് എന്നുള്ള ഒരു കണ്ടീഷൻ അതിൽ ഓൾറെഡി ഉണ്ടാവും. നമ്മൾ തന്നെയാണ് എന്നുള്ളത്. വിക്ടിം ആണ് എന്ന് പറഞ്ഞാൽ ആണ്, ആരാണോ വിറ്റ്നസ് ആയിട്ട് വന്നത് ഇവരാണ് പ്രതി എന്ന് പറഞ്ഞാൽ ആണ്, പേര് മാത്രം പറഞ്ഞാൽ മതി, ആളെ കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, ആളാണ്. പെർമിഷൻ വാങ്ങി നമുക്ക് വിദേശത്ത് പോവാം. മൈനർ ഒഫൻസിന് പ്രശ്നമില്ല, മേജർ ഒഫൻസിന് പ്രശ്നമുണ്ട്. അങ്ങനത്തെ മേജർ ഒഫൻസിനാണ് നമ്മൾ പെർമിഷൻ കൂടുതൽ വാങ്ങേണ്ടത്. മൈനർ ഒഫൻസിന് ചില പാസ്പോർട്ട് നമ്മൾ റിന്യൂവലിന് കൊടുക്കുന്ന സമയത്ത് പോലീസ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. ആ സമയത്ത് പോലീസ് ഫൈൻഡ് ചെയ്തിട്ട് ഇന്ന ക്രൈമിൽ ഇയാൾ പ്രതിയാണ് എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യും പാസ്പോർട്ട് ഓഫീസിക്ക്. അപ്പോൾ പാസ്പോർട്ട് ഓഫീസിൽ നമുക്ക് നോട്ടീസ് വരും, ഇന്ന ക്രൈമിൽ നിങ്ങളുണ്ട്, ഇതിന് എക്സ്പ്ലനേഷൻ തന്നാൽ മാത്രമാണ് നിങ്ങളെ പാസ്പോർട്ട് റിന്യൂ ചെയ്ത് തരുള്ളൂ എന്ന്. കേസ് നടന്നുകൊണ്ടിരിക്കുന്ന കേസാണെങ്കിലോ, ഓൾറെഡി സെറ്റിൽഡ് ആയ കേസാണെങ്കിലോ, ഓൾറെഡി സെറ്റിൽഡ് ആയതാണെങ്കിൽ അങ്ങനെ ചോദിച്ചാൽ നമ്മൾ അതിന്റെ ഓർഡർ കോപ്പി ഫർണിഷ് ചെയ്യണം.
പാസ്പോർട്ട് ഓഫീസിൽ ഓർഡർ കോപ്പി കൊടുത്താൽ മതി. ഈ കേസിൽ നമ്മളെ വെറുതെ വിട്ടതാണ്, കേസ് തീർന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഓർഡർ കോപ്പി കൊടുത്താൽ മതി. മറ്റേത് ട്രയൽ പെൻഡിങ് ഉണ്ട് എന്ന് പറഞ്ഞാൽ കോടതിയിൽ നിന്ന് നമ്മൾ പെർമിഷൻ വാങ്ങിയിട്ട് പാസ്പോർട്ട് റിന്യൂ ചെയ്യാനുള്ള പെർമിഷൻ കൂടിയും കോടതിയിൽ നിന്ന് വാങ്ങണം. എന്നിട്ട് നമ്മൾ പാസ്പോർട്ട് ഓഫീസിൽ കൊടുത്താൽ പാസ്പോർട്ട് റിന്യൂ ചെയ്ത് തരും. അതിൽ പെർമിഷൻ പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പാസ്പോർട്ട് ആക്ട് എത്ര കാലത്തിനാണെന്നുള്ള പീരീഡ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പാസ്പോർട്ട് ആക്ട് പ്രകാരം 1 വർഷത്തിനേ പാസ്പോർട്ട് കിട്ടുള്ളൂ. മറ്റേത് നമ്മൾ സാധാരണ പാസ്പോർട്ട് പുതുക്കുകയാണെങ്കിൽ 10 വർഷത്തിന് കിട്ടും പുതുക്കണ പാസ്പോർട്ടുകൾ. ഇത് നമുക്ക് കേസിലുണ്ടെങ്കിൽ കോടതി നമ്മളെ പെർമിറ്റ് ചെയ്തു പാസ്പോർട്ട് പുതുക്കാൻ, പക്ഷേ അതിൽ എത്ര വർഷത്തിനാണെന്നുള്ളത് പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ല. അങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്യാത്ത ഓർഡർ ആകുമ്പോൾ പാസ്പോർട്ട് ആക്ട് പ്രകാരം 1 വർഷത്തിന് നമുക്ക് പാസ്പോർട്ട് ഇതായിട്ട് റിന്യൂ ചെയ്ത് കിട്ടുള്ളൂ. അപ്പോൾ 1 വർഷത്തേക്ക് കിട്ടുമ്പോൾ അങ്ങനത്തെ കേസുകളാവണം, അത് ഏത് കേസിനും? ഏത് കേസിനും, എല്ലാ കേസിനും റിന്യൂ ചെയ്യാനുള്ള പെർമിഷൻ തന്നതിൽ പ്രിസ്ക്രൈബ് ചെയ്ത പീരീഡ് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പം 3 വർഷത്തിന് കൊടുക്കാം, 5 വർഷത്തിന് കൊടുക്കാമെന്ന് കോടതി പെർമിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വർഷത്തിന് ഓൽക്ക് തരാം. അങ്ങനെ 1 വർഷം അതിൽ പറഞ്ഞിട്ടില്ല ഓർഡറിൽ നിന്നുണ്ടെങ്കിൽ പാസ്പോർട്ട് ആക്ട് പ്രകാരം 1 വർഷത്തിനേ കൊടുക്കുള്ളൂ. ഓ, ശരിക്കും കോടതിയിൽ നിന്നുള്ള പേപ്പേഴ്സ് ഇത് അതിൻ്റെയൊക്കെ ചാനൽ എന്താണ് ശരിക്കും ഈ പേപ്പേഴ്സ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ? ഈ ഇതിപ്പോൾ കോടതിയിൽ നിന്ന് പേപ്പർ കിട്ടണം. അതാണ്, അത് കോടതിയാണ്, ജഡ്ജ് ഡിസൈഡ് ചെയ്യണം എങ്ങനെയാണ്. അത് ജുഡീഷ്യൽ പവറാണ് ജഡ്ജിൻ്റെ. കാരണം ഒരാൾ എത്രത്തോളം ഗ്രാവിറ്റിയുള്ള ഒഫൻസാണ് ചെയ്തത്, അയാൾക്ക് ഇത്ര കാലം കൊടുത്താൽ ചിലപ്പോൾ അയാൾ പൂർണ്ണമായിട്ട് അബ്സ്കോണ്ടിങ് ആവുമോ, അയാൾ തിരിച്ചു വരാതെ ആവുമോ എന്നൊക്കെ ഉള്ള കൺഫ്യൂഷൻസ് കോടതിക്ക് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രിസ്ക്രൈബ്ഡ് ടൈമേ കോടതി കൊടുക്കുള്ളൂ. കാരണം പാസ്പോർട്ട് എക്സ്പയർ ആയാൽ നമ്മൾ ഇപ്പം ഇന്ത്യയിൽ വരണം നിർബന്ധമൊന്നുമില്ല, അവിടുന്ന് നമുക്ക് പാസ്പോർട്ട് പുതുക്കാൻ അപ്ലൈ ആവുന്നതാണ്. പക്ഷേ ആ സമയത്ത് കോടതിൻ്റെ പെർമിഷൻ മാൻഡേറ്ററി ആണ്. അവിടുന്ന് പുതുക്കണമെങ്കിലും കോടതിയിൽ നിന്നുള്ള പെർമിഷൻ വേണം. അപ്പം നമ്മൾ കോടതിയായിട്ട് എന്തായാലും ബന്ധപ്പെടേണ്ടി വരും. അബ്സ്കോണ്ടിങ് ആയ ആൾക്ക് പറ്റൂല. ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ പോയി കഴിഞ്ഞാൽ ഇതേമാതിരത്തെ ഒരു കോടതിയിൽ നിന്നല്ലേ അതിൻ്റെ പേപ്പറൊക്കെ കിട്ടുക? സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ സർട്ടിഫിക്കറ്റും ഒന്നുമില്ല. നമ്മളെ SSLC ബുക്ക് +2 ഒക്കെ മിസ്സായാലാണ് നമ്മൾ മജിസ്ട്രേറ്റിൻ്റെ ഒരു അഫിഡവിറ്റ് വേണമെന്നുള്ളൂ. അഫിഡവിറ്റിൽ മജിസ്ട്രേറ്റ് അറ്റസ്റ്റ് ചെയ്യണമെന്നുള്ളൂ. ഇതിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് പാർട്ടി ഈ ഇതിൽ ഒപ്പിട്ടത് എന്നുള്ളത്. അത് നമ്മളെ ഈ റീസൺ എഴുതിയ ഒരു അഫിഡവിറ്റ് എങ്ങനെയാണോ നമ്മളെ SSLC ബുക്ക് നഷ്ടപ്പെട്ടത്, ഇന്ന വർഷം പ്രൊസീജിയർ ഇപ്പോൾ യൂണിവേഴ്സിറ്റി തലത്തിലൊക്കെ ഉള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ നഷ്ടപ്പെട്ടാൽ നമ്മൾ പേപ്പറിൽ കൊടുക്കുകയൊക്കെ വേണ്ടേ? എല്ലാതും ഈ SSLC ആണെങ്കിലും പേപ്പറിൽ കൊടുക്കണം. SSLC ആണെങ്കിൽ നമ്മൾ ആദ്യം ചെല്ലേണ്ടത് സ്കൂളിലാണ്. നമ്മൾ ഏത് സ്കൂളിലാണോ പഠിച്ചത് ആ സ്കൂളിൽ പോയിട്ടാണ് നമ്മൾ ആദ്യം അഡ്വൈസ് എടുക്കേണ്ടത്. അപ്പോൾ അവരൊരു ഫോമും കാര്യങ്ങളും പറഞ്ഞുതരും. അവർ പറയണതിൽ ഒരു കാര്യം മാത്രമാണ് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് ഈ അഫിഡവിറ്റ് ഒപ്പിടണം എന്നുള്ളത്. അത് ഒപ്പിടാൻ ആവശ്യം എന്താണെന്ന് വെച്ചാൽ 15 ദിവസം മുന്നേ കൊടുത്ത ഒരു പേപ്പർ പരസ്യം വേണം. 15 ദിവസം ഗ്യാപ്പ് വേണം പരസ്യം കൊടുത്തിട്ട്. പോയിട്ടുണ്ട്, ആർക്കെങ്കിലും എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടെങ്കിൽ ഇന്ന ബോധിപ്പിക്കാവുന്നതാണ് എന്ന് പറഞ്ഞിട്ടൊരു അഡ്വർടൈസ്മെന്റ് നമ്മൾ കൊടുക്കണം. അതിനുശേഷം നമ്മൾ ആരും ഒന്നും തന്നില്ല എന്നുള്ള ഇതായല്ലോ, നമ്മൾ ഓൾറെഡി നമ്മൾ ചോദിച്ചു, ഒന്നും ആർക്കും കിട്ടിയിട്ടില്ല, അപ്പോൾ എവിടുന്നും കിട്ടിയിട്ടില്ല, അത് അധികം കിട്ടുമൊന്നുമില്ല പേപ്പർ കൊടുത്താലേ. അതിനുശേഷം നമ്മൾ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോവുക, ഈ അഫിഡവിറ്റിൽ സൈൻ വാങ്ങുക, അത് സ്കൂളിൽ കൊടുക്കുക. സ്കൂളിൽ അതിൻ്റെ ഒപ്പം ഫോമുകളും ഫില്ല് ചെയ്തിട്ട് അത് തിരുവനന്തപുരം SSLC ആണെങ്കിൽ തിരുവനന്തപുരത്തേക്ക് അയക്കും. +2 ആണെങ്കിൽ +2നൊന്നും പേപ്പർ പരസ്യം ആവശ്യമില്ല. നമുക്ക് മജിസ്ട്രേറ്റിൻ്റെ ഇത് മാത്രം മതി, അഫിഡവിറ്റ് മാത്രം മതി. ഓക്കെ പ്രസി, നമുക്ക് എന്തായാലും ഇനി ഇരിക്കാം. ഇത് നമ്മൾ ഫസ്റ്റ് സെഷൻ അല്ലേ, നമുക്ക് തുടക്കം എന്നുള്ള രീതിയിൽ ആക്കിയിട്ട് ഇനിയും കാണാം. ഓക്കെ, ഒരു വൈ ദ ഹെൽ നോട്ട് എന്ന് പറഞ്ഞേ. വൈ ദ ഹെൽ നോട്ട്.